ഹായ് പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു യാത്ര പോവുകയാണ്. കരിവള്ളൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 1981 SSLC ബാച്ചിലെ കൂട്ടുകാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരനായ പാച്ചൻ റെയിൽവേയിൽ നിന്ന് വിരമിക്കുകയാണ്. അവൻ്റെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ എറണാകുളത്തേക്കാണ് ഈ യാത്ര. 22 രാത്രി 8:30 കരിവള്ളൂരിൽ നിന്നും പുറപ്പെട്ട യാത്ര ഇതാ 23 രാവിലെ എറണാകുളത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോവുകയാണ്. അതിനു മുമ്പ് ഉറക്കമുണരാത്തവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവരെ അടക്കം മൊബൈലിൽ ആക്കുവാനുള്ള തിരക്കിലാണ് കണ്ണൻ. 39 വർഷത്തെ സേവനത്തിനിടയിൽ ഒരുപാട് തീവണ്ടികൾക്ക് പച്ചക്കൊടി കാണിച്ചവനാണ് ഞങ്ങളുടെ പാച്ചൻ. ഇപ്പോഴിതാ പിരിമുറുക്കമില്ലാത്ത തൻ്റെ ഭാവി ജീവിതത്തിലേക്ക് പച്ചക്കൊടി വീശുകയാണ് അവൻ. ഒരിക്കൽ കൂടിയെന്ന ഞങ്ങളുടെ കൂട്ടായ്മയുടെ എല്ലാമായ പാച്ചൻ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഈ അവസരത്തിൽ അവൻ്റെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തൊരു കൂട്ടുകാരാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങൾ 55 പേർ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. ഇതാ ഇവിടെ ഈ ബസ്സിൽ 32 പേരുണ്ട്. ബസ് യാത്ര അത്ര ഇഷ്ടപ്പെടാത്ത 23 പേർ വന്ദേഭാരതിലും മാവേലിയിലും മലബാറിലുമൊക്കെയായി നേരിട്ട് എറണാകുളത്തെത്തി നാളെ ഞങ്ങളോടൊപ്പം ചേരും. ഞങ്ങളിതാ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞു. സമയം രാവിലെ 7 മണി. കച്ചേരിപ്പടിയിലുള്ള ഒരു ലോഡ്ജിന് മുമ്പിൽ ഞങ്ങളുടെ വാഹനം നിർത്തി എല്ലാവരും പുറത്തിറങ്ങി ഫ്രഷായി ചായയും കഴിച്ച് യാത്രയപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് യാത്രയായി. കുറച്ച് ദൂരം നടന്നതേയുള്ളൂ. യാത്രയപ്പിൻ്റെ വേദിയായ ലോട്ടസ് ക്ലബ്ബിൽ എത്തിയിരിക്കുന്നു. 11 മണിക്കാണ് പരിപാടി. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഓഡിറ്റോറിയത്തിൽ ധാരാളം ആളുകൾ എത്തിക്കഴിഞ്ഞു. വെൽക്കം ഡ്രിങ്ക് കഴിച്ച് ഞങ്ങളും അകത്തേക്ക്. എല്ലാവരെയും സ്വീകരിക്കുകയാണ് നിറഞ്ഞ ചിരിയോടെ പ്രകാശം. ഔപചാരികമായി പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പാട്ടും നൃത്തവുമെല്ലാം നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈശ്വര പ്രാർത്ഥനയോടെ ചടങ്ങ് ആരംഭിക്കുകയായി. തുടർന്ന് ആങ്കറുടെ മനോഹരമായ ആമുഖം, അത് കഴിഞ്ഞ് സ്വാഗതം, പിന്നെ അധ്യക്ഷൻ, ഉദ്ഘാടനം, ആശംസ, അങ്ങനെ പരിപാടി മുമ്പോട്ട് നീങ്ങുകയാണ്. കണ്ടുപരിചയിച്ച വിരമിക്കൽ ചടങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സംബന്ധിക്കുന്ന ആളുകളധികവും പ്രകാശന് ഉപഹാരങ്ങളുമായി വേദിയിലേക്ക് വരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ആദ്യം ഷാലണിയിച്ച് ആദരിക്കുന്നു. അത് കഴിഞ്ഞ് കയ്യിൽ കരുതിയ ഉപഹാരങ്ങൾ നൽകുന്നു. ഇതാണത്രേ അവരുടെ രീതി. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരുമായി അനവധി ആളുകൾ വേദിയിൽ കയറി ഉപഹാരങ്ങൾ നൽകുകയാണ്, ഷാൽ അണിയിക്കുകയാണ്. ഇനി മറ്റുള്ള ഉപഹാരങ്ങൾ കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരെയായി ക്ഷണിച്ചു. இடத்துல வந்து பக்கத்தில் சீட்டில் உட்காருங்க அப்படின்னாரு. சார் நான் ரிட்டர்ட் ஆகிட்டேங்க அப்படின்னா, ஏன்னா ரிட்டர்ட் அந்த காதில் வாங்கிட்டு நண்பர் நீங்கள் நிறைய ட்ரிப்பு வண்டி
സ്നേഹപൂർണമായ ഉദയചേരൻ സാറിൻ്റെ വാക്കുകൾക്ക് നന്ദി. അടുത്തത് പ്രകാശൻ്റെ കൂടെ കരുവള്ളൂരിൽ 5ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരുടെ ഊഴമായിരുന്നു പിന്നെ. ഇക്കൂട്ടത്തിൽ ഞങ്ങളുടെ 10ാം ക്ലാസ്സിൽ സഹപാഠികളും കുറച്ച് പേരുണ്ട്. സൗഹൃദങ്ങളുടെ പ്രാധാന്യം, അതിന് നൽകുന്ന വില എന്താണെന്ന് നാം ഇപ്പോൾ ദർശിക്കുകയാണ്. സൗഹൃദങ്ങളുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആങ്കർ പിന്നീട് ക്ഷണിച്ചത് ഞങ്ങളെ. പ്രകാശൻ്റെ SSLC ബാച്ചിലെ 50ലധികം ആളുകൾ കാതങ്ങൾ താണ്ടി കരുവള്ളൂരിൽ നിന്നും ഇവിടെ എത്തിയ കാര്യം ആങ്കർ സൂചിപ്പിച്ചപ്പോൾ തന്നെ സദസ്സിൽ നിറഞ്ഞ കയ്യടി. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വേദിയിൽ കയറി പ്രകാശന് സമ്മാനിച്ചത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമായ ഒരു ഷാൾ, പിന്നെ ഒപ്പം നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും. പ്രകാശൻ്റെ സഹപ്രവർത്തകൻ്റെ ഒരാളുടെ വക മിമിക്രി അടുത്ത ഐറ്റം. പിന്നെ കേട്ടത് വേറിട്ട ഒരു ശബ്ദം. പ്രകാശൻ്റെ മകൾ അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പഠിച്ചതുകൊണ്ട് മലയാളത്തിലുള്ള ആ ഒരു വഴക്കം ഭയങ്കര കുറവാണ്. ബട്ട് സ്റ്റിൽ സ്റ്റാൻഡിങ് ഹിയർ ടുഡേ ഐ ഫീൽ ഡീപ്ലി ഇമോഷണൽ, but merely because of this retirement function, but a get together moment, a emotional moment, a happy moment, and a friendship moment as well. So Achendaru journey, this era is not just railway tracks, but it's stations, sleepless journeys, responsibilities, friendships and everything. So Achenda 39 years of service le aru 27 years മാത്രമേ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഓൾ ദോസ് 27 years was really, really, really precious to me. Railway is not my father's profession, not only his profession, it's my family as well. അച്ഛൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, റെയിൽവേ നമ്മളെ ചോറാണെന്ന് പറയും. റെയിൽവേ ഇസ് അവർ ഫുഡ്, ഡു നോട്ട് ഡിസ്റെസ്പെക്ട് എന്ന് പറയും. സോ ലൈക്ക് എവറി ടൈം അച്ഛന് ബർത്ത്ഡേസിന് കിട്ടൂല, ഫങ്ഷൻസിന് കിട്ടൂല. ബട്ട് ആ ടൈമെല്ലാം അച്ഛൻ ഇതുപോലെ നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റെഡ് ഓഫ് എന്നുള്ളൊരു സിറ്റുവേഷൻസിൽ വരുമ്പോൾ നമ്മൾ മാക്സിമം ട്രാവൽ ചെയ്ത് all of our life was on train, and I'm really happy because of that. So as naturally for us as a family, railway actually a workplace maatralla, it became our childhood, our memories, our routine and our identity as well. So I'm really proud to say that railway is part of my identity. And നമ്മളെപ്പോഴും ഭാരതപ്പുഴയിലെല്ലാം പോകുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ഹിസ് പ്രൊഫഷൻ. അത് കുറച്ച് സെൽഫിഷ് ആണ്, ബട്ട് സ്റ്റിൽ അച്ഛൻ്റെ കൂടെയുള്ള ആ ഷൊർണൂർ ട്രിപ്പ്, ഭാരതപ്പുഴയിലേക്കുള്ള ട്രിപ്പ്, ദാറ്റ് വാസ് ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് ഹിസ് ജേർണി ടു മീ. ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, സഹപാഠികളെ, ബന്ധുക്കളെ, പറയാൻ വാക്കുകളില്ലാത്തപ്പോൾ വാക്കുകളെല്ലാം പൊള്ളയായി പോകുമെന്നാണ് പറയുന്നത്. ഔപചാരികതയുടെ പേരിൽ മാത്രമാണ് ഞാൻ ഈ മറുപടി പ്രസംഗം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള, വന്നു പോയിട്ടുള്ള എല്ലാവരെയും ഒരു തരത്തിലും ഞാൻ അവരിൽ നിന്നും വേർപിരിയുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ ഔദ്യോഗികമായ ഈ ജീവിതം ദീർഘമായ 39 വർഷവും 1 മാസവും പരിക്കുകളൊന്നുമില്ലാതെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എൻ്റെ മാത്രം കഴിവ് കൊണ്ടല്ല. പലതും പലതരത്തിൽ ഇന്നത്തെ കുട്ടികൾക്ക് തോന്നാവുന്നതിലധികം ഒരുപാട് കാര്യങ്ങൾ പിൽക്കാലത്ത് നമുക്ക് ഓർത്തെടുത്ത് ചേർത്ത് വെക്കാവുന്നത്
നമ്മുടെ കൂട്ടുകാരിൽ നിന്നാണ്. സത്യത്തിൽ ഇന്നിവിടെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠികൾ ഇവിടെ വന്നു. ഞാൻ ജസ്റ്റ് ഗ്രൂപ്പിനകത്ത് ഇതുപോലൊരു സംഭവം ഉണ്ട്, റിട്ടയർമെൻ്റ് ആവുകയാണ്, അതോടനുബന്ധിച്ചൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഔപചാരികമായിട്ടൊരു ക്ഷണം മാത്രമാണ് ഞാൻ ഗ്രൂപ്പിനകത്ത് പറഞ്ഞത്. ഉടൻ തന്നെ അത് ഏറ്റെടുത്ത് നോക്കൂ, ഇത്രമാത്രം എൻ്റെ കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഇവിടെ വാക്കുകൾ കിട്ടാതെ പ്രകാശൻ അവരെന്നിൽ ചെലുത്തിയ സ്വാധീനം എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു. ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അധ്യാപകരുണ്ട്, കൃഷിക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, കാവ്യശകലം ഡോക്ടർമാരില്ലാതെ ഓർത്തുപോയി. ഇവർക്ക് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ളവരൊക്കെ റിട്ടയർഡായിട്ടും റിട്ടയർഡ് ആവാതെ നിൽക്കുന്ന ഡോക്ടർമാരെങ്ങനെയാണ് ഇതിനകത്ത് ഇന്ന് ഈ ദിവസം മാറ്റിവെച്ച് ഇങ്ങോട്ട് പങ്കെടുത്തു എന്നുള്ളതും എനിക്കറിയില്ല. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എപ്പോഴും എൻ്റെ കൂട്ടുകാർ എന്നോടൊപ്പമുണ്ട് എന്നുള്ളത് തന്നെ. നന്ദി പറഞ്ഞ് ഒഴിവുകയല്ല, ഔപചാരികതയുടെ പേരിൽ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നന്ദി പറയുന്നു. റോസ്റ്റർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് കാണിച്ച ആ കരവിരുത് കൊണ്ട് മാത്രമാണ് ഇത്രയും എറണാകുളം ഡിപ്പോയിൽ അത് കഴിഞ്ഞ് ഔപചാരികമായ നന്ദി പ്രകടനത്തോടെ പരിപാടി അവസാനിക്കുമ്പോൾ സമയം 3:30. പറയാൻ വിട്ടുപോയൊരു കാര്യം, വെൽക്കം ഡ്രിങ്ക് കഴിച്ച് അകത്ത് കടന്ന് പരിപാടി നടന്നുകൊണ്ടിരിക്കവേ എല്ലാവർക്കും യഥേഷ്ടമായ ലഘുഭക്ഷണം, വെള്ളവും ചായയും പലതരം പലഹാരങ്ങളും. ചടങ്ങുകൾ കഴിയാൻ കാത്തു നിൽക്കാതെ ഓരോരുത്തർക്കും അവരവരുടെ സമയത്ത് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം തൊട്ടടുത്ത മുറിയിൽ ഒരുക്കിയിരുന്നു. ഇടയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചതോടെ തന്നെ പരിപാടി കഴിഞ്ഞ ഉടനെ പ്രകാശനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. പ്രകാശൻ്റെ യാത്രയപ്പ് ഒരു നിമിത്തമായി എടുത്തുകൊണ്ട് ചെറിയൊരു ടൂർ, അതുകൂടിയായിരുന്നു ഈ യാത്ര. യാത്രയപ്പ് വേദിയിൽ നിന്ന് ആദ്യം മെട്രോയിലേക്ക്, അത് കഴിഞ്ഞ് ലുലു മാളിലേക്ക്. അതായിരുന്നു പ്ലാൻ. ആദ്യമായി മെട്രോയിൽ കയറുന്നവരും ആദ്യമായി ലുലു മാളിൽ പോകുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ യാത്ര പലർക്കും ഒരു ത്രില്ലായിരുന്നു. 2 മണിക്കൂർ സമയം അനുവദിച്ചിരുന്നെങ്കിലും എന്തുകൊണ്ടോ ലുലു മാളിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ പലരും താല്പര്യമെടുത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ താമസ സ്ഥലത്തേക്ക്. അടുത്ത ദിവസം പ്രഭാതം ആലപ്പുഴയിലേക്കുള്ള യാത്രയാണ് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ ഒരു ഹൗസ് ബോട്ട് യാത്ര. പ്രകാശൻ നേരത്തെ തന്നെ ഹോട്ടലിലെത്തി. ഇന്നത്തെ യാത്രയിൽ പ്രകാശനും ഒപ്പമുണ്ട്. പാട്ടുപാടിയും വർത്തമാനം പറഞ്ഞും പലഹാരങ്ങൾ കഴിച്ചുമുള്ള യാത്ര 2-2.5 മണിക്കൂർ പോയത് അറിഞ്ഞതേയില്ല. പുന്നമടക്കായലിൽ ഹൗസ് ബോട്ട് ഞങ്ങളെയും കാത്ത് അതാ അവിടെയുണ്ട്. കൗവായി, കോട്ടപ്പുറം ഹൗസ് ബോട്ട് യാത്ര പലതവണ നടത്തിയവർ കൂട്ടത്തിലുണ്ടെങ്കിലും ആലപ്പുഴയിലെ പുന്നമടക്കായലിലെ യാത്ര പലർക്കും ഇതാദ്യമാണ്. അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും അല്പനേരം അവിടെ ഇവിടെയായി ഇരുന്നു. ബോട്ട് മെല്ലെ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങി. പ്രതീക്ഷിച്ചത്ര സൗകര്യം ബോട്ടിനകത്തില്ലാത്തതിൽ പലർക്കും അതൃപ്തി. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ എല്ലാവരും വളരെ സന്തോഷമായി തന്നെ തുടർന്നുള്ള പരിപാടികളിൽ പങ്കാളികളായി.
അപ്രതീക്ഷിതമായി പെയ്ത മഴ കാരണം ബോട്ടിൻ്റെ സൈഡ് കർട്ടനുകൾ താഴ്ത്തിയിട്ടതിനാൽ പുറംകാഴ്ചകൾ കാണുവാനുള്ള സൗകര്യം ഇല്ലാത്തത് പലരെയും നിരാശരാക്കി. കൂട്ടുകാർക്കായി കൊണ്ടുവന്ന പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന തിരക്കായി. പിന്നെ സാധനങ്ങളൊന്നും കരുതാത്തവർ കിട്ടിയതെല്ലാം കഴിക്കുന്ന തിരക്കിലും. ഇതിനിടയിൽ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും കർട്ടനിടാത്ത ഭാഗത്തുകൂടി പുറം കാഴ്ചകൾ ആസ്വദിക്കുന്നവരും ധാരാളം. അല്പം കഴിഞ്ഞ് ഒരു ഗെറ്റ് ടുഗദറിൻ്റെ മൂഡിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായി. പ്രകാശൻ്റെ യാത്രയയപ്പ് ഒരു നിമിത്തമാക്കി എടുത്തിട്ടാണെങ്കിലും ഇതുപോലുള്ളൊരു യാത്രയും കൂടിച്ചേരലും നടത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ചെയർമാൻ്റെ വാക്കുകളിൽ പ്രകടമായി. ഒപ്പം ആലപ്പുഴ പുന്നമടക്കായലിലെ കാഴ്ചകളെക്കുറിച്ചുള്ള ലഘു വിവരണം നൽകാനും പ്രദീപൻ മറന്നില്ല. തുടർന്ന് നടക്കേണ്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അശോകൻ്റെ വകയിൽ ഉണ്ടായി ചില നിർദ്ദേശങ്ങൾ. പിന്നീട് പ്രകാശൻ്റെ ഊഴമായി തൻ്റെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പ്രകാശൻ വിശദീകരിച്ചു. പിന്നെയും കൂട്ടുകാർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാറ്റിനോടും പ്രകാശൻ പ്രതികരിക്കുകയും ചെയ്തു. ഒപ്പം പ്രകാശനെ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള അവസരവും കൂട്ടുകാർ വിനിയോഗിച്ചു. ഉച്ചഭക്ഷണ വിഭവങ്ങൾ മേശയിൽ നിരന്നതോടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. ആക്ടിവിറ്റികൾ തൽക്കാലം നിർത്തിവെച്ച് ഭക്ഷണ വിതരണത്തിനുള്ള ക്രമീകരണമായി. ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ എടുത്തു കഴിക്കുന്ന രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ഭക്ഷണത്തെക്കുറിച്ച് കേട്ടത്ര എന്തുകൊണ്ടോ ഭക്ഷണം എത്തിയില്ല എന്നുള്ള പരാതിയും പലരുടെയും ഭാഗത്തു നിന്ന് ഉയർന്നു. എന്നാൽ അതൊരു ഇഷ്യൂ ആക്കി എടുക്കാൻ ആരും തയ്യാറായതുമില്ല. അങ്ങനെ ഇതല്ല ഇന്നത്തെ കരിമീനല്ല, ഫിലോപ്പിയാന്ന് തോന്നുന്നു. മഴ അല്പം ശമിച്ച സമയമായതുകൊണ്ട് ഇതിനിടയിൽ പലരുടെയും ശ്രദ്ധ വീണ്ടും പുറത്തേക്ക്. മനോഹരമായ കായൽ കാഴ്ചകൾ. നൃത്ത ചുവടുകളുമായി ഡോക്ടർ ചിത്രയും കൂട്ടുകാരികളും. ഗായിക ഗായകന്മാർ അരങ്ങ് തകർക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. മൈവണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ മൃദുദേവതയോ, യൗവനമോ മൃദുദേവതയോ, ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ
കാവിനിയോ ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാവിനിയോ മൈവണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ യൗവനമോ ഋതുദേവതയോ ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാവിനിയോ. എന്ത് വന്നാലും പോകും, പാത്രങ്ങളുടെ പരിപാടിക്ക് പോകും, ഒരിക്കൽ കൂടി പരിപാടിക്ക് പോകുന്ന വാശി പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരില്ല. കാരണം വിളിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം പറയേണ്ടതാണ്. സുരക്ഷിതമായ കടകളിലേക്കാണ് ഞാൻ വന്നതിനുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ വാശി, കാരണം എന്തായാലും പങ്കെടുക്കണം, നിങ്ങളെ കൂടെ കൂടുതലുള്ള ഒറ്റ ആഗ്രഹത്തിൽ വന്നതാണ്. ഒരിക്കൽ കൂടി കൂട്ടായ്മയുടെ എല്ലാമെല്ലാമായ രാധാമണിയുടെ പേരക്കുട്ടി മുതൽ അരങ്ങ് തകർക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ചന്ദനത്തിൻ മണമുള്ള മന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനി ശനിയുടെ ഹരനേ വരണേ നീ അരവണ മധുരം വരണേ മനസ്സിൻ കമ്പയിൽ നീരാടുക നീ ശരണ നദിയലകൾ അണിയണ വരദനെ ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനേ പ്രണവം നീട്ടിയ ശങ്കുലി നീ വ്രതവും നോട്ടുവരുന്നവരിൽ പൊളി നന്നാതുള്ളൊരു നീത്തിരി നീ കരന്നൊന്ന് പാടുമൊരെന്റെ കണ്ണീരിന്നു കണി മായ്ച്ചവനെ കുഞ്ഞും നാളിലെ പൂക്കാലം എങ്ങോ പോയി കാലം കുഞ്ഞും നാളിലെ പൂക്കാലം മണ്ണേ കുളച്ചോറുണ്ടാക്കി മത്ത പൂവിൻ കറിയുണ്ടാക്കി മണ്ണേ കുളച്ചോറുണ്ടാക്കി
ഞങ്ങളെ കൂടി നൽകിയ കാലം എങ്ങോ പോയി ആ കാലം നാളിലെ പാട്ടും പാടി നടന്നൊരു കാലം കാലം പോയി കുഞ്ഞും നാളിലെ കാലം എന്റെ ഭാവനരസലവനത്തിൽ വനമോഹിനി എന്റെ ഭാവനരസലവനത്തിൽ വനമോഹിനി വന്യപുഷ്പജാല നിരയായി നിന്നെ വരവേൽക്കുവാനായോ. ഒരു തകർപ്പൻ സോളോ പെർഫോമൻസുമായി ഇതാ ഡോക്ടർ ചിത്ര. സംഘഗാനവും അന്താക്ഷരിയുമൊക്കെയായി വീണ്ടും അരങ്ങ് ഒളിപ്പിക്കാനെത്തുകയാണ് ഒരിക്കൽ കൂടി 81-ലെ ഗായികന്മാർ. ഹൗസ് ബോട്ടുകളുടെ മഹാസമ്മേളനം എന്നോണം പുന്നമടക്കായലിൽ നിറഞ്ഞ് നീങ്ങുകയാണ് അനേകം ഹൗസ് ബോട്ടുകൾ. ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുന്നതിലായിരുന്നു ചിലർക്ക് താല്പര്യം. ചായയും പഴംപൊരിയും എത്തിയതോടെ പാട്ടുകാരുടെ ആവേശം പിന്നെയും കൂടി. ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, മഞ്ഞുപുള്ളികൾ
തഴുകിയൊഴുകും മധുരഹേ ഭൂമിയിൽ നിന്നു പ്രണയ പ്രവാഹമായി വന്നു ഒരിക്കൽ കൂടി മനോഹരമായ കായൽ കാഴ്ചകളിലേക്ക്. മതിമറന്ന് പാടുന്നവർക്ക് നഷ്ടപ്പെടുന്നത് മനോഹരമായ ഈ കാഴ്ചകളാണെന്ന് അവരറിയുന്നില്ല. ഇതുപോലുള്ള യാത്രകൾ കുറ്റമറ്റതാക്കാനും മെച്ചപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങളും ഇതിനിടയിൽ ചർച്ചയിലൂടെ രൂപപ്പെടുന്നുണ്ട്. അനുവദിക്കപ്പെട്ട സമയം ഏതാണ്ട് തീരാറായി. 5 മണിക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇനി കൊട്ടിക്കലാശത്തിലേക്ക്. അറുപതിൽ നിന്ന് 16 മടങ്ങുകയാണ് പലരും. ശാരീരികമായ അവസ്ഥകൾ വകവയ്ക്കാതെ പ്രായം കേവലം ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇതാ ആടിപ്പാടുകയാണ് ഒരിക്കൽ കൂടിയുള്ള കുട്ടികൾ. ഇത് 81/60 60-ലെത്തിയ 81-ലെ SSLC ബാച്ചുകൾ. ഞങ്ങളുടെ ലക്ഷ്യം 81/81 എന്നതാണ്. 81-ലെ ബാച്ചുകാർ 81-ാം വയസ്സിൽ ഒന്നിക്കുന്ന ആ മഹാസംഭവം, ആ നിമിഷത്തിലുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അവിടം വരെ എത്താനുള്ള ചില ടിപ്സ് ഇതിനിടയിൽ പലർക്കും പറഞ്ഞു കൊടുക്കുന്നത് കിട്ടും. ജീവിതശൈലി ആകപ്പാട് മാറ്റിവെച്ചുകൊണ്ട് 81/81 ആ മെഗാ ഒത്തുചേരലിൽ എന്തു തന്നെയായാലും ഉണ്ടാവുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഒരിക്കൽ കൂടി 81-ലെ എല്ലാ കൂട്ടുകാരും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികമാഘോഷിക്കുന്ന 2047 അത് സംഭവിച്ചത്. 81/81 2047 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് 100ാം വർഷം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ 81 SSLC ബാച്ചുകാർ 81ാം വയസ്സിൽ ഒരിക്കൽ കൂടി എത്തിച്ചേരും. അതിനിടയിൽ യാത്രകളും ഒത്തുചേരലുകളും ധാരാളമുണ്ട്. അപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടാവുക ആ ലക്ഷ്യമാണ് 81/81.
ഓരോ ഒത്തുചേരലും എത്രമാത്രം സന്തോഷപ്രദമാണോ അത്രമാത്രം ദുഃഖകരമാണ്. അത് കഴിഞ്ഞില്ല തൽക്കാലത്തേക്കെങ്കിലുമുള്ള വേർപിരിയൽ. എന്തായാലും ഈ ഒത്തുചേരലിന് സമാപ്തി കുറിച്ചുകൊണ്ട് തൽക്കാലം പിരിയാനുള്ള സമയമായിരിക്കും. ചെറിയൊരു റെവ്യൂ അതുകൂടി കഴിഞ്ഞ് പരിപാടിക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷെ എല്ലാം എൻ്റെ കുടുംബത്തോടെ മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാണ്ട് പോയിട്ടേ ഇല്ല ഇതുവരെ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊരു പുതുമയില്ല. ഇത് എൻ്റെ ഒരു വലിയ കുടുംബമാണ്. പ്രിയ കൂട്ടുകാരി ഡോക്ടർ ഷാഹിദ പറഞ്ഞതുപോലെ ഇത് ഒരു വലിയ കുടുംബമാണ്. SSLC 81 ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബമാണ്. ഇനി ബാക്കിയുള്ളത് പ്രകാശൻ്റെ ഉപസംഹാരവും രാധാമണിയുടെ നന്ദിയും. അതുകൂടി കഴിഞ്ഞു നമുക്ക് പിരിയാം ഇനി വീട്ടിലേക്ക്. എങ്കിലും ഇത്രമേൽ അടുത്ത് ചേർത്ത് പിടിക്കുന്ന ഈ ഓരോരോ ആൾക്കാരും പേര് കൊടുക്കുമ്പോഴേ സത്യത്തിൽ എനിക്ക് ഒരു വല്ലാത്തൊരു എന്താ പറയാ, ഞാൻ ഒന്നുകൂടി ഞാനാകുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഞാൻ പ്രത്യേകം ഇതിനെ നന്ദി പറഞ്ഞ് ഓർക്കുന്നില്ല. നമുക്ക് ഇനിയും ഇതുപോലെ കൂടുതൽ യാത്രകൾ പോകണം. ഞാൻ കുറച്ചുകൂടി ഈ ഗ്രൂപ്പിനോട് ഉത്തരവാദിത്വമുള്ളവനാണെന്ന് ഞാൻ സ്വയം അറിയുന്നു. യോട് നന്ദി പറയാനൊന്നും എനിക്കറിയില്ല, ഞാനങ്ങനെ പ്രസംഗിക്കാറില്ല. എങ്കിലും ഈ പരിപാടിയിൽ ഇങ്ങനെയെങ്കിലും വിജയിക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ. അവസാനം ഷാഹിദയും ചിത്രയും പിന്നെ മോഹനും മേനോയ്ക്ക് ഇങ്ങനെ അവസാനം ഒരു 3-4 പേര് ഇവിടെ പങ്കെടുത്തപ്പോഴാണ് സമാധാനമായത്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. പാച്ചൻ പറഞ്ഞതുപോലെ ഓരോരുത്തരും പേരെടുത്ത് വിളിക്കുമ്പോൾ ഞാനാകുന്നു, നമ്മളാകുന്നു. അതുതന്നെയാണ് നമ്മുടെ കൂട്ടായ്മയുടെ വിജയവും. പുന്നമടക്കായലിനോട് സലാം പറഞ്ഞ് നേരെ ബസ്സിലേക്ക്, ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക്. അവിടെ വെച്ച് ഭക്ഷണം, അത് കഴിഞ്ഞ് ബസ്സിൽ മടക്കയാത്ര, മധുരിക്കുന്ന ഓർമ്മകളുമായി. പ്രിയപ്പെട്ട പാച്ചൻ, വിഷ് യു എ ഹാപ്പി റിട്ടയർമെൻറ്റ്.